പോകുന്നത് ഒരു അമ്പലത്തിലോട്ടാണ്. ഇവിടുത്തെ വളരെ പ്രശസ്തമായ ഒരു അമ്പലമാണ്. അപ്പോൾ ഈ അമ്പലത്തിലോട്ടുള്ള വഴി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മൾ വണ്ടി എടുത്തിട്ടൊക്കെ പോകുമ്പോൾ ഇതുവഴിയാണ് പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വലത് ഭാഗത്ത് എന്ന് പറയുന്നത് കാടും ഇടത് ഭാഗത്ത് കടലുമാണ്. ഞാൻ ഇതിനിടെ ഇവിടെ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് നിന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് കടലാണ്. അപ്പോൾ ഒരു ഭാഗത്ത് കാടുമാണ്. കാടെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ വന്യജീവികളൊന്നുള്ള കാടൊന്നുമല്ല, ചെറിയ കാടാണ്, കുറ്റിക്കാടുകളാണ്. അപ്പോൾ നമ്മൾ ഈ വഴി ഇങ്ങനെ പോകണം, കുറച്ച് ദൂരം പോകണം, ഒരു 3-4 കിലോമീറ്റർ പോകണം നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന്. അപ്പോൾ നല്ല ദൂരമുണ്ട്. ഇവിടെ ഒന്നും അങ്ങനെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമൊന്നുമല്ല, കടൽക്കരയാണ്. അപ്പോൾ നമ്മളങ്ങനെ കുറേ മുന്നോട്ട് പോയപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിലോട്ട് കടക്കുന്ന ഗേറ്റ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് കടലാണ് കേട്ടോ. കുറച്ച് മുന്നോട്ട് കടലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഉള്ളോട്ട് നമ്മൾ നടന്ന് വരാനുണ്ട്. അമ്പലം എന്ന് പറയുന്നത് വലിയൊരു ഏക്കർ സ്ഥലത്ത് ഇങ്ങനെ പരന്ന് കിടക്കുന്നൊരു അമ്പലമാണ്, വലിയ അമ്പലമാണ്. ഇവിടുന്ന് ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് തന്നെ കുറേ ഉള്ളോട്ട് നടന്ന് പോകണം. അപ്പോൾ വണ്ടിയൊന്നും ഞാൻ ഇങ്ങോട്ട് എടുത്തില്ല. വണ്ടി സാധാരണ ആരും ഇങ്ങോട്ട് ഉള്ളിലോട്ട് എടുക്കുന്ന കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി കുറച്ച് പുറത്ത് ഗേറ്റിന് അടുത്തായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ പുറത്തുള്ള ഈ ചുറ്റുമതിലിൻ്റെ ഭാഗമാണിത്. ഇവിടെ നല്ല ശിവൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളോട്ട് പോകുന്നത് കണ്ട കുറേ ഷോപ്പുകൾ, ആ സൈഡിൽ കുറേ ഷോപ്പ് ഇങ്ങനെ കണ്ടില്ലേ. ഇത് ഈ കാണുന്നതൊക്കെ ഷോപ്പാണ് കേട്ടോ. ഷോപ്പ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പാണിത്. അപ്പോൾ ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ കണ്ടോ നാളികേരം, പൂവും, പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, മാലയൊക്കെ ഉണ്ട്, പൂമാലയും പ്ലാസ്റ്റിക് മാലയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടുന്ന് വാങ്ങിക്കണം. നമുക്ക് പൂജ ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് അവിടെ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് ഈ അമ്പലത്തിലോട്ട് വേണ്ട എന്തൊക്കെയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ അവരോട് പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെടുത്ത് തരും. ഈ നാട്ടുകാരൊക്കെ എന്തൊക്കെയോ വാങ്ങിക്കോട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ എൻട്രി ഗേറ്റാണ്. ഇതിലോട്ട് അകത്തോട്ട് കിടക്കുവാണ്. ഈ കാണുന്നത് നന്ദിയുടെ ഒരു സ്റ്റാച്ചു ആണ്. അപ്പോൾ ശിവൻ്റെ അമ്പലം ആയതുകൊണ്ട് തന്നെ ഈ താഴെ കാണുന്നതാണ് അമ്പലം, ശിവൻ്റെ അമ്പലം എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ നേരെ അത് കുറച്ച് താഴെയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഉയരത്തിലാണ്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ നന്ദിയുടെ ഒരു പ്രതിമയാക്കി വെച്ചിട്ടുണ്ട്. അതിന് മേലെയായിട്ട് ഒരു മണിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മണി മുട്ടിക്കൊണ്ട് താഴോട്ട് ഇറങ്ങണം. ഇതിൻ്റെ ചുമരിൻ്റെ 2 സൈഡിലായിട്ട് ശിവൻ്റെയും പാർവതിൻ്റെയും ഒക്കെ നല്ല പിക്ചറൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ, ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമ്മളിങ്ങനെ താഴോട്ട് പോകാനായിട്ട്. സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ താഴോട്ട് നടക്കുമ്പോൾ ഈ കാണുന്നതാണ് അമ്പലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും കുറേ മണികളൊക്കെ ഉണ്ട് കേട്ടോ. മണിയെല്ലാം കുറേ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. മണിയൊക്കെ മുട്ടിയിട്ട് നമ്മളിങ്ങനെ അകത്തോട്ട് കിടക്കുന്നു. അകമൊക്കെ നല്ല ടൈൽസൊക്കെ വെച്ചാണ്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കടന്ന ഉടനെ ഇവിടുന്ന് നമ്മൾ പൂജയ്ക്ക് ഇപ്പോൾ അവിടുന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച നെയ്യ് ഉണ്ടല്ലോ, അത് ഇവിടെ ഇങ്ങനെ കത്തിക്കണം, നെയ്വിളക്ക് കത്തിച്ച് വെക്കണം. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഇവിടുന്ന് കത്തിക്കണം. ഇവിടുന്ന് കത്തിച്ചതിന് ശേഷം പൂജാരിയുടെ വക ചില മന്ത്രങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ കത്തിച്ചത് വെക്കുന്നത്. കണ്ടില്ല, ഇയാൾ നമുക്ക് വേണ്ടി എന്തൊക്കെയോ പൂജകൾ മന്ത്രങ്ങൾ ജപിക്കുവാണ്. നമ്മുടെ പേരെന്താണ്, ഗോത്രം, ഓരോരുത്തരുടെയും പേരും ഗോത്രവും ഒക്കെ ചോദിക്കുവാണ്. അതൊക്കെ ചോദിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുവാണ്. അതിനുശേഷം നമ്മൾ ഈ കത്തിച്ച് ഇത് നെയ്യാളൊക്കെ അവിടെ വെക്കുന്നു. പിന്നീട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കിടക്കാം. നമ്മുടെ പോലെ ശ്രീകോവിലിൻ്റെ അകത്തോട്ട് നമ്മൾ കടക്കില്ലല്ലോ നമ്മുടെ നാട്ടിലുള്ള അമ്പലത്തിൽ, പക്ഷേ ഇവിടെ കിടക്കാം കേട്ടോ. ഈ ശ്രീകോവിൽ എന്ന് പറയുന്നത് കുറച്ച് താഴത്തിലാണ്, ഒരു ഗുഹയുടെ ഉള്ളിലോട്ടൊക്കെ പോലെയാണ്. ഭയങ്കര പൂജയൊക്കെ ഭയങ്കരമാണ്. നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ ചെയ്യുന്നു. നമുക്ക് തന്നെ വേണമെങ്കിൽ പൂജയൊക്കെ ചെയ്യാം. നമ്പൂതിരി പൂജ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ പൂവൊക്കെ എടുത്ത് തരും, കുറിയൊക്കെ വിഗ്രഹത്തിന് ചാർത്തി കൊടുക്കാനും അതൊക്കെ നമുക്ക് തന്നെ വേണമെങ്കിൽ ചെയ്യാം. ഇത് ഞാൻ ചോദിച്ചവരുടെ അടുത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ ഉള്ളിൽ, അപ്പോൾ എടുത്തോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ പുറത്തോട്ട് ചുറ്റമ്പലം ചുറ്റാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയത് ശ്രീകോവിലിൻ്റെ പുറംഭാഗമാണ്. ഇവിടെ കയറിയ ചെറിയ ചെറിയ എന്തൊക്കെയോ പ്രതിഷ്ഠകളുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഗണപതി, എന്താ പറയുക, പാർവതി, ഇവിടെ വേറെയും കുറേ ഈശ്വരന്മാരുണ്ട്. നമുക്ക് ശരിക്കും ആരുടെ പേര് പോലും അറിഞ്ഞൂടാ. ചുറ്റിലും ഓരോ ചെറിയ ചെറിയ പ്രതിഷ്ഠകളുണ്ട് അവിടെ ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഇത് ഗണപതിയുടെ അമ്പലമാണ്. ഗണപതിയുടെ അമ്പലം കുറച്ച് ചെറുതായിട്ട് സൈഡിലായിട്ടാണുള്ളത്. അപ്പോൾ ഇത് കുറച്ച് വലുതായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ പോകുമ്പോഴേക്ക് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പുറത്തു നിന്ന് തൊഴുതു, പ്രദക്ഷിണം പുറത്തുനിന്ന് തൊഴുത് ഏത്തോടുമൊക്കെ ചെയ്തു. ഇവിടെയും കുറേ മണികളൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു. മണിയൊക്കെ അടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പുറത്തു നിന്ന് തൊഴുക ചെയ്തത്. പിന്നീട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നു. ഈ ഗണപതിയുടെ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടാണ് പുറത്തിറങ്ങുന്ന വഴി. നമ്മൾ അകത്തോട്ട് കയറിയ വഴിയല്ല പുറത്തിറങ്ങേണ്ടത്. ഇത് പുറത്തിറങ്ങാനുള്ള സ്റ്റെപ്പ് കണ്ടോ, ഇത് മേലെ കയറിയിട്ടാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. നമ്മൾ നേരത്തെ പോയ ഷോപ്പിൽ നമ്മൾ ഈ വാങ്ങിച്ച പൂവും പ്രസാദമൊക്കെ വാങ്ങിച്ച താലം അത് അവർക്കങ്ങ് തിരിച്ചു കൊടുക്കണം. അതും അവിടെ തിരിച്ചു കൊടുത്ത് ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങി.